ദൈവം ലോകമെമ്പാടും സുവിശേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ പെസഹ ആചരിച്ച വാർത്ത കാണുമ്പോൾ പിതാവും മാതാവും ഈ വേലയെല്ലാം ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. ജീവജലം ഒഴുകുന്നിടത്തെല്ലാം എന്ത് സംഭവിക്കും? എല്ലാ ജീവജാലങ്ങളും ജീവൻ പ്രാപിച്ച് ഉജ്ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. യെഹെസ്കേൽ 47-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും എന്ത് സംഭവിക്കും? ജീവിച്ചിരിക്കും. തീർച്ചയായും അത് ഒഴുകിയെത്തിയാൽ അവർ ജീവിക്കും. അത് സ്വീകരിച്ചാൽ അവർ രക്ഷിക്കപ്പെടും. എല്ലാവരും ദൈവസഭയുടേതുപോലുള്ള ഒരു സത്യം ഈ ലോകത്തിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ നമ്മുടെ സത്യമല്ലാതെ മറ്റൊരു സത്യമില്ല. ലോകത്തെ രക്ഷിക്കുന്ന ദൈവം നമ്മുടെ സിയോണിലല്ലാതെ മറ്റെങ്ങുമില്ല. ദൈവം സിയോണിൽ വസിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ദൈവം പറഞ്ഞു, ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ദൈവം നമ്മെ മനുഷ്യരെ പിടിക്കുന്നവരോട് ഉപമിച്ചു. ജീവജലം നിമിത്തം നിരവധി മത്സ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? അവയെല്ലാം ജീവിക്കുന്നു. ഇതെല്ലാം പ്രവചിച്ചതുപോലെ തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ആരംഭം ചെറുതായിരുന്നെങ്കിലും ഭാവി അത്യന്തം സമൃദ്ധമായിരിക്കും. തുടക്കത്തിൽ വെള്ളം കണങ്കാലോളം എത്തി. എന്നാൽ 1000 മുഴം അളന്നപ്പോൾ അത് മുട്ടോളം ഉയർന്നു. വീണ്ടും 1000 മുഴം അളന്നപ്പോൾ അത് അരക്കെട്ടിലെത്തി. വീണ്ടും 1000 മുഴം അളന്നപ്പോൾ അത് കടക്കാൻ കഴിയാത്ത ഒരു നദിയായി മാറി. ഇത്രയും ആഴമായതോടെ അത് ലോകമെമ്പാടും വ്യാപിക്കുകയാണ്. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും 9-ാം വാക്യത്തിൽ അവയ്ക്ക് എന്ത് സംഭവിക്കും? ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും എന്ത് ജീവിക്കും? സകലവും ജീവിക്കും. പ്രവചനം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പ്രവചനത്തിൽ നാം വിശ്വസിക്കണോ വേണ്ടയോ? ഉയിർത്തെഴുന്നേറ്റ യേശു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർക്ക് പ്രത്യക്ഷനായെങ്കിലും അവർക്ക് അവിടുത്തെ തിരിച്ചറിയാനായില്ല. അവരുടെ ദുഃഖമുഖം കണ്ട് യേശു ചോദിച്ചു, നിങ്ങൾ ദുഃഖിക്കുന്നതെന്തിന്? അവർ പറഞ്ഞു, യെരൂശലേമിൽ താമസിക്കുന്നവരിൽ യേശുവിനെക്കുറിച്ച് സംഭവിച്ച കാര്യങ്ങൾ അറിയാത്ത ഒരേയൊരു വ്യക്തി താങ്കളാണോ? ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നവൻ അവിടുന്ന് എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. കൂടാതെ ഞങ്ങളിൽ ചിലർ കല്ലറയിൽ പോയി അവിടുന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാർ പറയുന്ന ദർശനം കണ്ടു. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങൾ ദൈവവചനം വിശ്വസിക്കാത്തതെന്ത്? എമ്മാവൂസിലേക്കുള്ള യാത്രാമധ്യേ 2 ശിഷ്യന്മാർക്ക് അവിടുന്ന് അത്തരമൊരു തിരിച്ചറിവ് നൽകിയപ്പോൾ അപ്പം മുറിച്ചപ്പോഴല്ലേ അവരുടെ കണ്ണുകൾ തുറന്നതും അവിടുന്ന് യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞതും? ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നിറവേറും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അതു പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. സകലവും എന്നാൽ ഒന്നും ഒഴിവാക്കപ്പെടുന്നില്ല. എല്ലാം ജീവൻ പ്രാപിക്കുന്നു. നമ്മൾ അവരെയെല്ലാം രക്ഷിക്കണം, അല്ലേ? നമുക്ക് 10-ാം വാക്യം നോക്കാം. അതിന്റെ കരയിൽ ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻപിടിക്കാർ നിന്നു വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും കഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. അവരിൽ നമ്മൾ എത്രയൊക്കെ പ്രസംഗിച്ചാലും തുടക്കം മുതലേ സാത്താന്റെ പക്ഷത്തുണ്ടായിരുന്നതും സ്വർഗത്തിൽ നിന്ന് തള്ളിയിടപ്പെട്ടതുമായ ദുരാത്മാക്കൾ രക്ഷിക്കപ്പെടുകയില്ല, അല്ലേ? 12-ാം വാക്യം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അത് എവിടെ നിന്നാണ് ഒഴുകുന്നത്? വിശുദ്ധ മന്ദിരം. അതായത് ദേവാലയം ആരെയാണ് സൂചിപ്പിക്കുന്നത്? യോഹന്നാൻ 2-ൽ മന്ദിരം തന്റെ ശരീരമാണെന്ന് യേശു തന്നെ പറഞ്ഞതായി എഴുതിയിരിക്കുന്നു. കൂടാതെ യേശു തന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശീലയായും പ്രവർത്തിച്ചുവെന്ന് എബ്രായർ 10 രേഖപ്പെടുത്തുന്നു. ഇവ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു.
അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല എന്തിന് ചികിത്സയ്ക്കും ഉതകും. മരണത്തെ സൗഖ്യമാക്കുന്ന ഔഷധമാണിത്. ഇത് നിത്യജീവൻ നൽകുന്ന ഔഷധമായി മാറുന്നു.